മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ മഞ്ജു മേഘൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം നേരിൽ കണ്ട് തന്നെ മനസ്സിലാക്കുന്നു. മേഘന് ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള സത്യം മഞ്ജുവിനെ വല്ലാതെ തന്നെ ഉലച്ചു കളയുന്നുണ്ട്. കണ്ണേട്ടനും മഹാലക്ഷ്മിയും പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നുള്ള കാര്യം നടുക്കത്തോടുകൂടി തന്നെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ മഞ്ജു. കണ്ണേട്ടനെയും മഹാലക്ഷ്മിയെയും പലതരത്തിലും വേദനിപ്പിക്കാൻ നോക്കിയതും കണ്ണേട്ടൻ്റെ കാലിൻ്റെ തളർച്ച ഒരിക്കലും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് മേഘൻ പറഞ്ഞിട്ട് ദുർഗയുടെ കൂടെ ചേർന്ന് മരുന്നിൽ മായം ചേർത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട് മഞ്ജുവിന്. കമലേശ്വരത്ത് വെച്ചുണ്ടായ ഓരോരോ സംഭവങ്ങളും മഞ്ജുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാം ഓർത്ത് പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജു. തൻ്റെ തെറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും മഞ്ജു തിരിച്ചറിയുന്നു. കണ്ണേട്ടൻ എന്തായാലും എൻ്റെ വിവാഹം ആർഭാട്ടമായിട്ട് നടത്താതിരുന്നതും ഒരു തരി സ്വർണം പോലും തരാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. ഇല്ലെങ്കിൽ അയാൾ അതുകൂടി കൊണ്ടുപോയി വിറ്റു തെളിച്ചേനെ. ഇയാളുടെ സ്വഭാവം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ അങ്ങനെ ചെയ്തത് എന്നും മഞ്ജു മനസ്സിൽ സ്വയം പറയുന്നുണ്ട്. മേഘന് പക്ഷേ മഞ്ജുവിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും തൻ്റെ ബന്ധം ചുറ്റിക്കളികളെക്കുറിച്ച് എങ്ങാനും മഞ്ജു കണ്ടുപിടിച്ചോ എന്നെല്ലാം ഒരു സംശയം തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല, ഞാൻ പറഞ്ഞതെല്ലാം അവൾ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി അവളുമാരെല്ലാവരും കൂടി കൂട്ടത്തോടെ ഈ പടി കടന്ന് വരാതിരുന്നാൽ മതിയില്ലെന്നെല്ലാം ചിന്തിച്ച് ടെൻഷനാവുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് സീമന്തിനി മഞ്ജുവിനോട് പറയുന്നുണ്ട് സ്വാതിക്ക് 1-2 നല്ല വിവാഹാലോചനകൾ വന്നിട്ടുണ്ടെന്നും എങ്ങനെയെങ്കിലും കണ്ണൻ്റെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല, നീ വീട്ടിൽ പോയി നിനക്ക് കിട്ടാനുള്ള നിൻ്റെ സ്വത്തിൻ്റെ കുറച്ചെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ പിന്നെ നീ എൻ്റെ മോനോടൊപ്പം സുഖിച്ച് ഇവിടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നെല്ലാം ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ നേരെ പോരെടുക്കുമ്പോൾ എനിക്കൊന്നും എൻ്റെ കണ്ണേട്ടൻ തരില്ല എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ മോൻ എന്നെ തന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്നെങ്കിലും കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ണേട്ടൻ എൻ്റെ പേരിൽ തന്നെ എഴുതി തരും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ പിന്നെ എൻ്റെ സ്വർണം എടുത്ത് നിങ്ങളുടെ മോളുടെ വിവാഹം നടത്താം എന്നുള്ള വ്യാമോഹമൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഞാൻ എൻ്റെ ഒരു തരി പൊന്നുപോലും അതിനായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സീമന്തിനിയുടെ മുഖത്ത് നോക്കി തുറന്നടിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ വഷളാവുന്നു. വാമനും സീമന്തിനിയും മഞ്ജുവും സ്വാതിയും മേഘനും എല്ലാവരും അവിടെ വഴക്കടിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. പിന്നീട് സാഗരം മഞ്ജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മഞ്ജുവിനെ അവിടെ അയാളുടെ ഭാര്യയായിട്ട് അവിടെ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങണം. മഞ്ജു ഒരു വിഡ്ഢിയല്ലെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, അതാണ് വേണ്ടത്. കമലേശ്വരത്ത് തിരികെ ചെന്നാലും കണ്ണൻ സാറും മഹാലക്ഷ്മിയും മഞ്ജുവിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. അത്രയ്ക്ക് നല്ലവരാണ് കണ്ണൻ സാറും മഹാലക്ഷ്മിയും. സ്വന്തം പെങ്ങളുടെ ജീവിതം തകരുന്നത് കണ്ണൻ സാറിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മഞ്ജു ഇപ്പോഴും ആ വീട്ടിൽ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് സാഗർ കൂടി പറയുമ്പോൾ മഞ്ജു അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ശേഷം മേഘൻ്റെ മുഖത്ത് നോക്കി താൻ അറിഞ്ഞ എല്ലാ സത്യങ്ങളും വെട്ടി തുറന്നു പറഞ്ഞിട്ട് മേഘൻ കഴുത്തിൽ കെട്ടിയ താലി അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പടിയിറങ്ങി പോവാണ് കേട്ടോ മഞ്ജു. അങ്ങനെ മഞ്ജു കമലേശ്വരത്ത് തിരികെ എത്തുന്നുണ്ട്. തുടർന്ന് മേഘൻ്റെ ഞെട്ടിക്കുന്ന ചതിയെക്കുറിച്ച് മഞ്ജു എല്ലാവരോടുമായിട്ട് തുറന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഹൃദയം തകർന്നു പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെയും മഹിയുടെയും. അയാൾ ഇത്രയ്ക്ക് വഞ്ചകനായിരുന്നു എന്ന് ഉണ്ണിയും പറയുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ മഞ്ജു മേഘൻ നല്ലവനെന്നല്ലെന്ന്. നിന്നെ അവൻ ചതിക്കുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നീയും അവനുമായിട്ടുള്ള വിവാഹത്തെ ഞാൻ എതിർത്തത്. നീ എന്തായാലും അവൻ്റെ താലി വലിച്ചെറിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഇനി ഒരു ദേഷ്യമോ പരിഭവമോ ഇല്ല എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഹിയും പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ സ്വഭാവം ഇനിയെങ്കിലും നീ തിരിച്ചറിയണം മഞ്ജു, അത്രയ്ക്ക് നല്ല മനസ്സാണ് കണ്ണേട്ടൻ്റെ എന്ന് മഹിയും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ വാക്കുകൾ കേൾക്കുന്നതും നിയന്ത്രിക്കാൻ കഴിയാതെ മഞ്ജു രണ്ടുപേരുടെയും കാലിൽ വീണ് മാപ്പ് ചോദിച്ച് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. കരുണയ്ക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് കരുണ പറയുന്നുണ്ട് മഞ്ജു ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞാലും ഉണ്ണിയേട്ടൻ തന്നെ വേണ്ട ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഉണ്ണിയേട്ടന് കിട്ടുന്ന ശമ്പളം തന്നെ ഒന്നിനും തികയുന്നില്ല. അതിനു പുറമെ ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞു കൂടി ജനിക്കാൻ പോവാം.
ആ സമയത്ത് മഞ്ജു കൂടെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്ത ആളാണ് ഉണ്ണിയേട്ടൻ. അതുകൊണ്ട് മഞ്ജു നിന്നെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് കരുണ പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവും ദുർഗയും ഉണ്ണിയൊക്കെ. ഒരാപത്ത് വന്ന സമയത്ത് കരുണയുടെ തനി സ്വഭാവം മഞ്ജുവും അവിടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കരുണയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന കണ്ണനാണെങ്കിൽ നിർത്ത്, ഈ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ വീടിൻ്റെ ഗൃഹനാഥനായ എനിക്കാണ്. മഞ്ജുവിന് ഒരു തെറ്റുപറ്റി, അത് തിരിച്ചറിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം അവൾ ഇവിടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. മഞ്ജുവിന് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് കഴിയാനുള്ളത് ഞാൻ അവൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ ഒടുവിൽ കരുണ എത്ര ദുഷ്ടയാണെന്നും മഹാലക്ഷ്മി പേരുകൊണ്ട് മാത്രമല്ല സ്വഭാവ ഗുണം കൊണ്ടും മഹാലക്ഷ്മി തന്നെയാണ് എന്നുള്ള ഒരു സത്യം മഞ്ജു തിരിച്ചറിയുന്നുണ്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്